ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രോയിങ് വിത്ത് ഇസു. ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങളുടേന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇസുവിൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്ക് കണ്ടാലോ. നമ്മുടെ കഥയിലെ നായകൻ ഇതുവരെ ഉണർന്നിട്ടില്ല. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ പകൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. രാത്രി 12 മണി വരെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് പോകും. 12 മണിക്ക് ശേഷമാണ് ഉറങ്ങണോ വേണ്ട എന്ന് തന്നെ ആൾ ആലോചിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഉണർന്നിട്ടുണ്ട്. ഇന്നെന്തായാലും ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഉണർന്നിരിക്കുന്നത്. ഇസു ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എടുത്തുകൊണ്ട് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആക്കി എടുക്കും. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളൊന്ന് മൂഡായി വരത്തുള്ളൂ. ആ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഹാങ് ഓവർ കഴിയണമെങ്കിൽ കുറച്ച് സമയം കഴിയണം. ആൾ മൂഡായി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങിയിട്ട് അവൻ ഉറങ്ങിയ സമയത്ത് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ഏതൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ആക്കിയെന്നറിയാൻ വേണ്ടി ഒരു ചുറ്റിനടത്തയുണ്ട്. ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തലതിരിച്ച് വെക്കാനാണ് ഇസുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇസുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കളിക്കാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ടേബിളിൻ്റെ അടിഭാഗമാണ്. അതിൻ്റെ സ്ക്രൂ പിടിച്ച് തിരിക്കലും അതിൻ്റെ ചെയറിന് വലിച്ചെടുക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം ഒറ്റയ്ക്കിരുന്നങ്ങ് കളിച്ചോളും. ഇതാ പറഞ്ഞു തീർന്നില്ല, അതിന് മുന്നേ കയറിയിട്ടുണ്ട്. ഇനി വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തതിന് ശേഷം കുളിപ്പിക്കണം. ഒരുപാട് ടാസ്കുകളുണ്ട്. ചെയറിൻ്റെ പരിശോധനയൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഇരുന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾ. ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇനി ഫുഡ് കൊടുക്കട്ടെ. ഫുഡ് ചെയറൊക്കെ ഉണ്ടെങ്കിൽ ഇസുവിന് ഫുഡ് ചെയറിലിരുന്ന് ഫുഡ് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ ചുറ്റി നടന്ന് കാക്കയും പൂച്ചയും കിളിയെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് ഇസുവിന് ഇഷ്ടം. ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ ഇസുവിനെ കുളിപ്പിക്കും. കുറച്ച് ഓയിലൊക്കെ തേച്ച് ഒരു 5 മിനിറ്റ് ഇരുത്തിയതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത്. തലയിൽ പുരട്ടുന്നത് സാധാരണ നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. ബോഡിയിലൊക്കെ പുരട്ടുന്നത് എൻ്റെ ഉമ്മച്ച കാച്ചിയെടുത്ത ഏതോ ഒരു എണ്ണയാണ്. എന്തൊക്കെയോ പച്ചിലയൊക്കെ ഇട്ട് കാച്ചിയതാണെന്നാണ് പറയുന്നതെന്ന് എനിക്ക് വലിയ പിടിയില്ല. അതൊന്നും പുരട്ടുന്നതൊന്നും ആളിന് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് പുരട്ടി കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിരിപ്പുണ്ട്. ഇനി കുറച്ച് നേരം ബെഡിൽ കിടന്നുള്ള തുള്ളലാണ്. ബെഡിൽ കിടന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളൊന്ന് സെറ്റ് ആവത്തുള്ളൂ. ബെഡിൽ കിടന്ന് കളിച്ച് ക്ഷീണിച്ചെന്ന് കരുതി ഞാൻ കുറച്ച് കരിക്കിൻ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആയിക്കോട്ടെന്ന് കരുതി. ഇനിയും കുറേ കിടന്ന് ഗുസ്തി മറിയാനുള്ളതല്ലേ. നല്ല ചിരിയൊക്കെ പാസ്സാക്കി തരുന്നുണ്ട് ആൾ. എന്തായാലും ഗുസ്തി മറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പാവം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇനി ഉച്ചയ്ക്കത്തെ ഫുഡുമായിട്ടുള്ള അംഗമാണ്. ഒരു കാക്ക വന്നിരുന്ന് അതിനെ ഓടിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. കാക്ക, പൂച്ച, പട്ടി ഇതൊന്നും ആ മുറ്റത്തു കൂടി പോകുന്നത് അവന് ഇഷ്ടമല്ല. അതിനെ എങ്ങനെയെങ്കിലും ഓടിക്കണം, അതാണ് അവൻ്റെ മെയിൻ ഉദ്ദേശം. എന്ത് കാണിച്ചെങ്കിലും ഫുഡൊന്ന് കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല. ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ഞാൻ കുറച്ച് വാട്ടർ മെലൺ കൊടുത്തു. ഇസുവിന് ആകെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് വാട്ടർ മെലൺ. അത് കുറച്ചൊക്കെ കഴിച്ചോളും. അത് പിന്നെ നമ്മൾ എടുത്ത് കൊടുക്കണ്ട, തനിയെ എടുത്ത് അങ്ങനെയൊക്കെ കഴിച്ചോളും. അതുകൊണ്ട് കൂടുതലും ഞാൻ വാട്ടർ മെലൺ കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇനി കുറച്ച് പരിസര നിരീക്ഷണവും അയൽവാസി സന്ദർശനവും ഒക്കെയാണ്. വീട്ടിൽ ഇരുന്ന് ബോറടിച്ചെടുത്തുകൊണ്ട് തന്നെ അയൽവാസിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഗേറ്റിൽ വന്ന് നിൽക്കുവാണ്. ഗേറ്റ് വരെ ഇസുവിന് പോകാൻ പറ്റുള്ളൂ. ഇസു ചെല്ലുന്ന കണ്ടപ്പോഴേ അവർ കതക് അടച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, അവർ കതകൊന്നും അടിച്ചിട്ടില്ല. അവൻ ഗേറ്റ് വരെ പോകത്തുള്ളൂ, അകത്തോട്ട് പോകാറില്ല, തിരിച്ചിങ്ങ് വരും. എന്തൊക്കെയോ ആക്ഷനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഗേറ്റ് പിടിച്ച് നിന്ന് കുറേ പരിപാടികൾക്കൊക്കെ ശേഷം ഇസുവിനെ തിരിച്ചെങ്ങനെയെങ്കിലും വീട്ടിൽ കയറ്റുക എന്നതാണ് അടുത്ത പരിപാടി. പുറത്തെവിടെയെങ്കിലും കളിക്കാൻ വിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചോളൂ. അത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ട് ഇസുവിനെ ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ട്. സമയം 12 മണിയായിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ വരെ ബൈ.